ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ, നമ്മളെല്ലാവരും കാപ്പി കുടിക്കുന്ന ആൾക്കാരല്ലേ, കടും കാപ്പി. അപ്പോൾ കടും കാപ്പി നമുക്ക് ഒരു വെറൈറ്റി രീതിയിൽ നമുക്ക് കടും കാപ്പി ഉണ്ടാക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ കാപ്പിപ്പൊടി കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ ആ കാപ്പിപ്പൊടിക്കകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ പൊടിച്ചിട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം, പിന്നെ മല്ലി എടുത്തിട്ടുണ്ട്, കുരുമുളക്, ചുക്ക്, ഏലക്ക, പിന്നെ ഉലുവ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ കാപ്പി കുടിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് കാപ്പി ഉണ്ടാക്കി കുടിച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം മഴ സമയത്താകുമ്പോൾ നമുക്ക് കാപ്പി കുടിക്കാൻ എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണല്ലോ, കടും കാപ്പി കുടിക്കാൻ. അപ്പം ചൂടുള്ള സമയത്ത് കാപ്പി കുടി നമ്മൾ കഴിവതും നമ്മൾ ഒഴിവാക്കുമല്ലേ, ചൂടായതുകൊണ്ട്. അപ്പോൾ ഇപ്പം മഴയത്താകുമ്പം അത്ര കുഴപ്പമില്ല. അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ ഇതുപോലൊരു കടും കാപ്പി ഇട്ട് നല്ല ടേസ്റ്റോട് കൂടി ഊതി ഊതി കുടിക്കാൻ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വരുന്നുണ്ട്. വറുത്ത് വരുമ്പോൾ നല്ലൊരു മണം കേട്ടോ. ഉലുവായും ജീരകവും പിന്നെ ഏലക്കായൊക്കെ ഇങ്ങനെ വറുത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ വറുക്കുമ്പോൾ അത് കരിഞ്ഞു പോകരുതേ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് വറുത്ത് മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതൊരു തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഈ രീതിയിൽ കാപ്പി കുടിക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കാപ്പി കുടിച്ച് നോക്കണം കേട്ടോ, നല്ലതാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരുണ്ടല്ലോ, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചാനൽ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാം ലൈക്ക് അടിക്കണേ. അപ്പോൾ അതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിക്കണം കേട്ടോ. തണുത്തതിന് ശേഷം കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മുടെ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് സാധാരണ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും, പിന്നെ അറിയാൻ വയ്യാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാട്ടോ ഈ റെസിപ്പി. ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് അമ്മ കാപ്പി ഇടുന്ന കണ്ടാട്ടോ ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാൻ. അത് 50 ഗ്രാം കാപ്പിപ്പൊടിയാണ് വാങ്ങിയത്. അപ്പം കാപ്പിപ്പൊടി ഞാൻ പൊടിച്ച് വച്ചിരിക്കുന്നത് നമ്മുടെ മസാലയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം കൂടി ഇട്ട് പൊടിച്ച മസാലയില്ലേ, അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, ഉലുവായുടെയും ഏലക്കായുടെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പം തന്നെ ഞാൻ ടിന്നിനകത്തേക്ക് ഇട്ട് അടച്ച് വെക്കുവാണേ. ഇല്ലെങ്കിൽ തുറന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് ആ ഏലക്കായുടെയൊക്കെ ആ ഒരു മണം പോകും. അപ്പോൾ കൈയോട് തന്നെ ഞാൻ ടിന്നിനകത്തേക്ക് ഇട്ട് വെക്കുവാണേ. എന്നിട്ട് നിങ്ങളെ ഞാൻ കാപ്പിയും കൂടി ഇട്ട് കാണിക്കാം കേട്ടോ. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും അത്യാവശ്യം എരിവും ഒക്കെ ഉണ്ട്. കുരുമുളകും പിന്നെ ചുക്കൊക്കെ നമ്മൾ ഇട്ടിട്ടില്ലേ, അതുകൊണ്ട്. പിന്നെ ഇത് സാധാരണ നമ്മളിങ്ങനെ കാപ്പി കുടിക്കുന്നത് പനിയൊക്കെ ഉള്ളപ്പോഴല്ലേ, പനി ചുമയൊക്കെ ഉള്ളപ്പോൾ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കുകയല്ലേ. ഇതിപ്പം ചുക്ക് കാപ്പി അല്ല, പക്ഷേ എന്നാലും ചുക്കും കുരുമുളകും എല്ലാം ഉണ്ട്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ കാപ്പി ഇടാൻ വേണ്ടി വെള്ളമൊക്കെ അടുപ്പേ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. ചിലരിങ്ങനെ വെള്ളം തിളച്ചിട്ട് കാപ്പിപ്പൊടി വേറൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് കാപ്പി ഇടും. 2 രീതിയിൽ ഞാൻ ഇടാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കാപ്പി ഇടുക കേട്ടോ. കാപ്പിപ്പൊടി ഇട്ട് പിന്നെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. പഞ്ചസാര ഇട്ട് കൊടുത്തപ്പോൾ ക്യാമറയിലോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കൊടുത്താൽ കുറച്ച് താഴേക്ക് വീണ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാപ്പിയൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.